ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സനം തേരി കസം എന്ന് പറയുന്ന അതിമനോഹരമായിട്ടുള്ളൊരു റൊമാൻറ്റിക് മൂവിയുമായിട്ടാണ്. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോകാം. നമ്മുടെ ഇതിലെ നായകൻ്റെ പേര് ഇന്ദർലാൽ എന്നാണ്. അവൻ്റെ ജീവിതമാകട്ടെ യാതൊരു ചിട്ടയും ഇല്ലാത്തതാണ്. അവനൊരു അപ്പാർട്ട്മെൻറ്റിലാണ് താമസം. ആ അപ്പാർട്ട്മെൻറ്റിൻ്റെ മുകളിലത്തെ നിലയിലാണ് നമ്മുടെ നായികയായ സരസ്വതി അവളുടെ കുടുംബത്തോടൊപ്പം താമസിക്കുന്നത്. നമ്മുടെ നായികയ്ക്ക് കല്യാണമൊക്കെ തന്നെ നോക്കുന്നുണ്ട്. എന്നാൽ ആർക്കും നമ്മുടെ നായികയെ ഇഷ്ടപ്പെടുന്നില്ല. നായിക ഒരു ലൈബ്രറിയിലാണ് ജോലി ചെയ്യുന്നത്. അവൾ അങ്ങനെ ജോലിക്ക് പോകാൻ ഇറങ്ങാൻ നേരം ലിഫ്റ്റിൻ്റെ അവിടെ വെച്ച നായകനെ കാണുന്നു. അവൻ ആ സമയം അവൻ്റെ ഗേൾഫ്രണ്ടുമായി ക്ലോസ് ആയി ഇരിക്കുകയായിരുന്നു. നായിക അവനെ മൈൻഡ് ചെയ്യാതെ ലിഫ്റ്റിൽ കയറുകയാണ്. അവനാകട്ടെ അവളെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നായികയുടെ ലുക്ക് കാരണം അവളുടെ കല്യാണമൊന്നും തന്നെ നടക്കാത്തതിനാൽ അവൾ ഒരു മേക്ക് ഓവർ നടത്താൻ തീരുമാനിക്കുന്നു. നായികൻ്റെ ഗേൾഫ്രണ്ട് ആകട്ടെ ഒരു വലിയ മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. അങ്ങനെ അവളുടെ അപ്പോയിൻമെൻറ്റിനായി നായകൻ്റെ സഹായം ചോദിക്കാൻ അവൾ അവൻ്റെ വീട്ടിൽ വരുന്നു. ആ സമയം നായകൻ്റെ ഗേൾഫ്രണ്ട് അവിടേക്ക് വരികയും അവരെ അങ്ങനെ ഒരുമിച്ച് കണ്ടതിൽ വഴക്കിട്ട് നായികയുടെ നേരെ ബിയർ ബോട്ടിൽ എറിയുകയും ചെയ്യുന്നു. എന്നാൽ നായകൻ ഇടയ്ക്ക് കയറുകയും അവന് പരിക്ക് പറ്റുകയും ചെയ്യാണ്. നായിക അവന് മരുന്നൊക്കെ തന്നെ വെച്ചു കൊടുക്കുന്നു. ആ സമയത്ത് അവളുടെ അച്ഛൻ അവിടേക്ക് വരികയും തെറ്റിദ്ധരിച്ച് അവളെ വീട്ടിൽ നിന്നും ഇറക്കി വിടുകയും ചെയ്യാണ്. നായകനാകട്ടെ അവൾക്ക് താമസിക്കാൻ പുതിയ അപ്പാർട്ട്മെൻറ്റ് ശരിയാക്കി കൊടുക്കുകയും അവൾക്ക് മേക്ക് ഓവർ ഒക്കെ തന്നെ നടത്തുകയും ചെയ്യുന്നു. അങ്ങനെ അവർ നല്ല ഫ്രണ്ട്സ് ആകുന്നു. നായകന് നായികയോട് ഒരു ഇഷ്ടമുണ്ട്. എന്നാൽ നായികയ്ക്ക് അഭിമന്യു എന്ന് പറയുന്ന ആളോടാണ് ക്രഷ്. ഇവളിപ്പോൾ ഇങ്ങനെ സുന്ദരിയായി മാറിയതുകൊണ്ട് തന്നെ അഭിമന്യു അവളെ പ്രപ്പോസ് ചെയ്യുകയും അവൾ സമ്മതിക്കുകയും ചെയ്യാം. അങ്ങനെ നായികയുടെ സന്തോഷത്തിന് വേണ്ടി നായകനാകട്ടെ കല്യാണത്തിന് വേണ്ട ഒരുക്കങ്ങളെല്ലാം തന്നെ അവളുടെ കൂടെ നിന്ന് ചെയ്യാണ്. എന്നാൽ ആ കല്യാണം നടക്കാതെ വരികയും നായിക തകർന്നു പോകുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നായികയെ കാണാതാവുകയും അവൻ അവളെ അന്വേഷിച്ച് പോകുകയും ചെയ്യുന്നു. അവസാനം അവളെ കണ്ടുകിട്ടുന്നുണ്ട്. അവനെ കാണുമ്പോൾ അവൾ ഒത്തിരി കരയുന്നൊക്കെയുണ്ട്. അങ്ങനെ കരഞ്ഞ് അവനെ അവൾ കെട്ടിപ്പിടിക്കുകയാണ്. അങ്ങനെ അവളുടെ മൂക്കിൽ നിന്നും ബ്ലഡ് വന്ന് അവൾ മയങ്ങി വീഴുന്നു. നായകൻ ഹോസ്പിറ്റലിൽ അവളെ കൊണ്ട് പോകുമ്പോൾ അവൻ അറിയുന്നുണ്ട് അവൾക്ക് ക്യാൻസർ ആണെന്ന്. ഇതറിയുമ്പോൾ അവന് താങ്ങാൻ പറ്റുന്നില്ല. അതിനുശേഷം അവൻ അവളെ പ്രപ്പോസൊക്കെ ചെയ്യാണ്. അവൾ ആദ്യമൊന്നും സമ്മതിക്കുന്നില്ല അവളുടെ രോഗം കാരണം. അവസാനം അവളും സമ്മതിക്കുകയാണ്. അങ്ങനെ അവർ വിവാഹം ചെയ്യുന്നു. ആ സമയത്ത് അവളുടെ അച്ഛനൊക്കെ തന്നെ പിണക്കം മറന്നു വരുന്നുണ്ട്. എന്നാൽ കല്യാണം കഴിഞ്ഞ ഉടനെ അവൾ മയങ്ങി വീഴാണ്. അവളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുകയും ചെയ്യുന്നു. അവളുടെ കണ്ടീഷൻ ഇപ്പോൾ വളരെ മോശമാണ്. ഹോസ്പിറ്റൽ മുറിയിൽ അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൻ കിടക്കുകയാണ്. അവൾ പറയുന്നുണ്ട് എനിക്ക് പോകാൻ അനുവാദം തരണമെന്ന്. എന്നാൽ അവനില്ല എന്ന് പറയുന്നു. അവൾ തിരിച്ചു പറയുന്നുണ്ട് ഭർത്താവിൻ്റെ പെർമിഷൻ ഇല്ലാതെ ഭാര്യ എവിടേക്കും പോകാൻ പാടില്ല എന്ന്. എന്നിട്ട് അവനോട് അവസാനമായി ഐ ലവ് യു പറഞ്ഞിട്ട് അവൾ ലോകത്തോട് വിട പറയുകയാണ്.